+2 വിദ്യാർത്ഥികളുടെ കരിക്കുലത്തിൽ പ്രീ ലൈസൻസ് പരിശീലനം ഉൾപ്പെടുത്തുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. +2 കഴിയുമ്പോൾ 18 വയസ്സ് പൂർത്തിയാകുന്ന വിദ്യാർത്ഥികൾക്ക് വേനലവധിക്കാലത്ത് വാഹനമോടിച്ച് പഠിച്ച് ലൈസൻസ് നേടാൻ കഴിയുന്ന വിധത്തിലാണ് ക്രമീകരണമെന്നും മന്ത്രി പറഞ്ഞു. CP ജോണിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച ഈ പദ്ധതി പ്രകാരം പഠനം പൂർത്തിയാക്കി 18 വയസ്സ് തികയുന്നതോടെ വിദ്യാർത്ഥികൾക്ക് കാലതാമസമില്ലാതെ ലൈസൻസ് ലഭ്യമാക്കാൻ സഹായിക്കും. ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് റോഡ് സുരക്ഷാ അവബോധവും പ്രഥമ ശുശ്രൂഷ പരിശീലനവും നൽകും. ഇതുകൂടാതെ കോവിഡ് കാലത്ത് നിർത്തിപ്പോയ KSRTC സർവീസുകൾ പുനരാരംഭിക്കുന്നതിനൊപ്പം പഠനം നടത്താൻ KSRTCക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി CP ജോൺ നിയമസഭയെ അറിയിച്ചു. പ്രിയദർശിനി സൗജന്യ യാത്ര ചില മേഖലകളിൽ സ്വകാര്യ ബസ്സുകളെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തിൽ ദിവസം 1500 മുതൽ 2000 രൂപ വരെ കുറവുണ്ടായിട്ടുണ്ട്. സ്വകാര്യ ബസ് മേഖല നേരിടുന്ന പ്രതിസന്ധി സർക്കാർ ഗൌരവകരമായിട്ടാണ് കാണുന്നത്. ഇതിൽ പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു. വാഹൻ സാരഥി സോഫ്റ്റ്വെയറിന്റെ സാങ്കേതിക തകരാർ ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. അമിതമായ വെളിച്ചവും ശബ്ദവും പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള മോഡിഫിക്കേഷൻ അംഗീകരിക്കാൻ സാധ്യമല്ലെന്നും CP ജോൺ വ്യക്തമാക്കി. മോഡിഫിക്കേഷൻ അനുവദിക്കുന്നതിൽ കേന്ദ്രത്തിന്റെ നിയമാവലി ബാധകമാണെന്നും കളർ കോഡ്, അപകടകരമല്ലാത്ത ഫിറ്റിംഗ്സ്, വാഹനത്തിന്റെ പുറത്തേക്ക് തുറച്ചു നിൽക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ പിടിപ്പിക്കുന്നതുൾപ്പെടെയുള്ള മോഡിഫിക്കേഷനെ കുറിച്ച് വിശദമായി പരിശോധിക്കുകയാണെന്നും ഗതാഗത മന്ത്രി സഭയിൽ വ്യക്തമാക്കി. സഭയിൽ സജി ചെറിയാൻ MLAയുടെ ചോദ്യത്തിന് മറുപടിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ജൻസികൾക്കും പൂക്കികൾക്കും വാരിക്കോരി കൊടുത്ത വാഗ്ദാനങ്ങൾ നടപ്പാക്കാത്തത് ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേയെന്നും സർക്കാർ മോഡിഫിക്കേഷൻ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുമായിരുന്നു സജി ചെറിയാന്റെ ചോദ്യം. തുടർന്നാണ് അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്ന് മന്ത്രി മറുപടി നൽകിയത്. മോഡിഫിക്കേഷൻ അനുവദിക്കുന്നതിൽ കേന്ദ്രത്തിന്റെ നിയമാവലി ബാധകമാണ്. അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻ അനുവദിക്കും. അമിതമായ വെളിച്ചവും ശബ്ദവും പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള മോഡിഫിക്കേഷൻ അംഗീകരിക്കാൻ സാധ്യമല്ല. എന്നാൽ കളർ കോഡ്, അപകടകരമല്ലാത്ത ഫിറ്റിംഗ്സ്, വാഹനത്തിന്റെ പുറത്തേക്ക് നിൽക്കുന്ന കാര്യങ്ങൾ പിടിപ്പിക്കുന്നതുൾപ്പെടെയുള്ള മോഡിഫിക്കേഷനെ കുറിച്ച് വിശദമായി പരിശോധിക്കുകയാണെന്നും മന്ത്രി മറുപടി പറഞ്ഞു. KSRTCയുടെ നിയന്ത്രണത്തിൽ മാത്രം ഡ്രൈവിംഗ് സ്കൂൾ വന്നതുകൊണ്ട് കാര്യമില്ല. കൂടുതൽ പേരെ ഡ്രൈവിംഗിലേക്ക് കൊണ്ടുവരും. വിദ്യാഭ്യാസ മന്ത്രിയുമായി ആലോചിച്ച് സ്കൂളുകളിൽ +2 വിദ്യാർത്ഥികൾക്ക് പ്രീ ലൈസൻസ് ലേണിംഗ് നൽകുന്നത് ആലോചിക്കുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. പാഠ്യപദ്ധതിയിൽ ഡ്രൈവിംഗ് നിയമങ്ങൾ പഠിപ്പിക്കുന്നതാണ് ആലോചിക്കുന്നത്. KSRTC പ്രിയദർശിനി പദ്ധതിക്ക് പിന്നാലെ സ്വകാര്യ ബസ് മേഖല നേരിടുന്ന പ്രതിസന്ധി ഗൌരവമായി കാണുന്നുണ്ടെന്നും നടപടികൾ ആലോചിച്ച് ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. സ്വകാര്യ മേഖല എന്നതിലുപരി പൊതുഗതാഗതം കൈകാര്യം ചെയ്യുന്ന നിക്ഷേപകരുടെ മേഖലയായാണ് സ്വകാര്യ ബസ് മേഖലയെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ബജറ്റിൽ ഒരിക്കലും ചെയ്യാത്തതുപോലെ നികുതി പകുതിയായി കുറച്ചത്. ഇതുവഴി വർഷത്തിൽ 50,000 രൂപയുടെ ആനുകൂല്യമാണ് ലഭിക്കുക. എല്ലായിടത്തും ഒരുപോലെയല്ല പ്രതിസന്ധി. നെയ്യാറ്റിൻകരയിലും മലപ്പുറത്തും പ്രതിസന്ധിയില്ല. രണ്ടുപേരും ഒരുമിച്ചോടുന്ന മേഖലകളിൽ സ്ത്രീകൾ കൂടുതലായ KSRTC ആശ്രയിക്കുന്നുണ്ട്. ഇതിനുവേണ്ട നടപടികൾ ആലോചിച്ച് ചെയ്യുമെന്നും CP ജോൺ വ്യക്തമാക്കി. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യയാത്ര പ്രഖ്യാപിച്ച പ്രിയദർശിനി പദ്ധതിയിൽ ഒരു ദിവസം 2.5 കോടി രൂപയുടെ നഷ്ടമുണ്ടെന്ന് ഗതാഗത മന്ത്രി വ്യക്തമാക്കിയിരുന്നു. 1 കിലോമീറ്ററിന് സർക്കാർ 55 രൂപ വീതം നൽകിയാൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ അറിയിച്ചു. ഈ നിർദ്ദേശം പരിശോധിക്കുമെന്നും CP ജോൺ വ്യക്തമാക്കി. ഡൽഹിയിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. KSRTCയിൽ ടിക്കറ്റ് ഇതര വരുമാനം കൂട്ടണമെന്നും മന്ത്രി പറഞ്ഞു. ശമ്പളവും പെൻഷനും മുടങ്ങാതെ നൽകും. ഓർഡിനറി ബസ്സുകളുടെ എണ്ണം കൂട്ടാൻ ഉടൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഉള്ളതുപോലെ പോകട്ടെ എന്നാണ് കരുതുന്നതെന്നും മന്ത്രി പറഞ്ഞു. നവകേരള ബസ് ഇപ്പോൾ എവിടെയെന്നറിയില്ല. ഇതേപ്പറ്റി അന്വേഷിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.